റിസപ്ഷന്റെ ക്രമീകരണങ്ങളാണ്. രണ്ട് ഭാഗത്തായി ഫുഡ് പങ്കെടുക്കാം. അതിനു മുമ്പ് നമ്മൾ ഒരു കേക്ക് കട്ടിങ് മധുരം പകരാൻ വേണ്ടി ഒരു കേക്ക് കട്ടിങ് സെറമണി ഉണ്ട്. മനീഷിനെയും ശ്രേയയും ക്ഷണിക്കുന്നു. അതേപോലെ മനീഷിന്റെ ഉണ്ണി ഉണ്ണി ശ്രേയയുടെ പപ്പ ഉണ്ണി ദേവിയത് സ്റ്റേജിലേക്ക് കടന്നു വരണം. കേക്ക് ശ്രേയയുടെ പപ്പയും ഉണ്ണിയും നമുക്ക് സ്റ്റേജിലേക്ക് കടന്നു വരണം. സിസ്റ്ററും ഗണപതി വഴി
ഇവരെയുള്ള നാം എഴുന്നേറ്റ് നിന്ന് സ്വീകരിക്കാൻ പോവുകയാണ്. എല്ലാ സഭയും ഒരുമിച്ച് സ്വസ്ഥാനങ്ങളിൽ കൈ അടിച്ച് വരുന്ന സ്വാതന്ത്ര്യം നമ്മുടെ കൈയുടെ ശബ്ദം പോലെ കൈവരിക്കുമ്പോൾ ശബ്ദം ഉയർത്തി കേൾക്കത്തക്ക രീതിയിൽ കരമൊഴുകിയ നിങ്ങളുടെ സഹകരണത്തിന് നന്ദി പറയുന്നു. സൗകര്യമായി സ്വസ്ഥാനങ്ങളിൽ പ്രിയ മാതാപിതാക്കളുടെ രണ്ട് വ്യക്തികളെ ഒന്നാക്കി തീർക്കുന്നത് വിവാഹത്തിലൂടെ അനേകം യുവതിമാക്കളെ അനുഗ്രഹിക്കുന്ന കുടുംബത്തിലേക്ക് നടത്തുകയും അനേകം വ്യക്തിപരമായ സോജി കുര്യാക്കോസിന്റെ മകളും CCDM സഭാംഗമായിരിക്കുന്ന ശ്രേയ കുര്യാക്കോസ് തമ്മിലുള്ള വിശുദ്ധ വിവാഹം 2026 ആണ്ട് 4-ാം തീയതി രാവിലെ 10:30 ബെഞ്ചമിൻ ബേബിമാർ കോട്ടയത്ത് വെച്ച് നടത്തുവാൻ മാതാപിതാക്കൾ ബന്ധുക്കളും സഭകൾ കൂടി ആലോചിച്ചു. സഭയിൽ ദൈവസാന്നിധ്യത്തെയും സാക്ഷ്യം നിർത്തി നടത്തുന്നു. തുടർന്ന് യുവാവാൻ ആ ദൈവത്തെ ആരാധിക്കുവാൻ നാം എല്ലാവരും സ്വസ്ഥാനങ്ങളിൽ നിലനിൽക്കുന്നു. സകലത്തിലും കാരണഭൂതനും സകല അനുഗ്രഹത്തിൻ്റെയും ദാതാവും സകലരും വ്യാപരിക്കുന്നതുമായ അതിപരിശുദ്ധനും തേജോമയമായ സത്യപിതാവിനുള്ള ആരാധനയോടെ ഈ ശുശ്രൂഷ ആരംഭിക്കുകയാണ്. നമ്മുടെ ദൈവം ആരാധനയ്ക്ക് യോഗ്യനാണ്. ആ ദൈവത്തെ പോലെ
എല്ലാവരും കൊടുക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ടതായ മനുഷ്യരെ ശ്രേണികൾ വിവാഹത്തിൽ അവരുടെ പ്രാർത്ഥിക്കാനും ദൈവത്തിൻ്റെ വചനത്താൽ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തിൽ ഈ നിമിഷങ്ങളിൽ അവിടുത്തെ പരിശുദ്ധ ആത്മാവ് ഈ ശുശ്രൂഷയുടെ സമ്പൂർണ്ണ നിയന്ത്രണം ഏറ്റെടുത്ത കൃപയ്ക്കാണെന്ന് പറയും. സ്വകീയ ദൂതന്മാർ, സ്വകീയ സഭാഫുകൾ, ഗ്രൂപ്പുകൾ ഈ ഹോളിനെ ദൈവ സാന്നിധ്യം കൊണ്ട്, ദൈവത്തിന്റെ ശക്തിയുടെ ഗ്ലോറി കൊണ്ട് ഓരോ വ്യക്തികൾക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവെ ഞങ്ങളോട് കൃത്യമായി സംസാരിക്കുക. ഞങ്ങളുടെ ജീവിതങ്ങൾക്ക് വലിയ മാറ്റം വരുത്തുന്നു. അവർക്ക് സകല കൃപകളിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. വിവാഹ ശുശ്രൂഷ വളരെ പവിത്രമാണ്, അതിപരിശുദ്ധമാണ്. ഒരു ദൈവിക ശുശ്രൂഷയായിട്ടാണ് ദൈവസമായ ത്രിയേക ദൈവമാണ്. അത് നിത്യമായിരിക്കുന്ന ഒരു വിവാഹ ഉടമ്പടിയാണ്. അപ്പോൾ തന്നെ ഇന്നത്തെ ക്രൈസ്തവ വിവാഹത്തിൽ രണ്ട് തരത്തിലുള്ള മനോഭാവമുണ്ട്. ഒന്ന് കോൺട്രാക്ട് മൈൻഡ് സെറ്റ്, മറ്റൊന്ന് കവനന്റ് മൈൻഡ്. ഉടമ്പടിയിൽ ഏർപ്പെടുന്ന രണ്ട് വ്യക്തികൾ ആ മൃഗത്തിന്റെ ഉടലിന്റെ നടുവിൽ വന്ന് ഉടമ്പടി പ്രതിജ്ഞാ വാചകങ്ങൾ, വാക്തത്വങ്ങൾ ഏറ്റുപറഞ്ഞ് ആ ഉടലിന്റെ മൃഗത്തിന്റെ ഉടലിന്റെ നടുവിലൂടെ എട്ടിന്റെ ആകൃതിയിൽ നടക്കും. എട്ടെന്ന് പറഞ്ഞാൽ വിശുദ്ധ വേദപുസ്തകത്തിൽ നിത്യതയുടെ നമ്പറാണ്. അർത്ഥം ഇവർ ഈ മുറിക്കപ്പെട്ട മൃഗത്തിന്റെ ശരീരത്തിന്റെ നടുവിലൂടെ യേശുക്രിസ്തുവിന്റെ ക്രൂശിലൂടെ നിങ്ങൾ രണ്ടുപേരും സ്വയത്തിന് മരിച്ചിരിക്കണം. നിങ്ങൾ രണ്ടുപേരും മരിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ ഉടമ്പടി സ്ഥിരപ്പെടുത്തില്ല. എനിക്ക് പ്രാർത്ഥിക്കാം, ദൈവസാന്നിധ്യം അറിഞ്ഞു നിങ്ങളെ ബലപ്പെടുത്തി ശുശ്രൂഷിക്കും. നിങ്ങളുടെ വിവാഹ ജീവിതം അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ നിങ്ങൾ രണ്ടുപേരും മരിച്ചവരാക്കി. നിങ്ങൾക്ക് നിങ്ങളെ കൊല്ലാൻ കഴിയത്തില്ല. നമുക്ക് വേണ്ടി പകരം മരിച്ച ഒരു യേശു കർത്താവ്, അവന്റെ ക്രൂശ് മരണം നമ്മുടെ പകരം മരണമായതുകൊണ്ട് വചനം വിളിച്ചു പറയുന്നു, നാം അവനോട് കൂടെ ക്രൂശിക്കപ്പെട്ടു, നാം അവനോട് കൂടെ മരിച്ചിരിക്കുന്നു. ആ ഒരു വെളിപ്പാട് ഇനി ഞാൻ ജീവിക്കുന്നില്ല, ക്രിസ്തു അത്രയും ജീവിക്കുന്നത്. ഇതാണ് ഉടമ്പടിയുടെ യഥാർത്ഥ രഹസ്യം, യഥാർത്ഥ മർമ്മം. ഞാൻ ജീവിക്കുന്ന കാലത്തോളം എനിക്കിനി സ്വന്തം ഇഷ്ടങ്ങളും സ്വന്തം ആഗ്രഹങ്ങളും സ്വന്തം താല്പര്യങ്ങളും ഉള്ള കാലത്തോളം എന്റെ വിവാഹ ജീവിതം പറഞ്ഞ് ഉടമ്പടി ഉറപ്പിക്കുന്ന ഒരു തീരുമാനമെടുക്കണം. ഞാൻ എന്റെ സ്വയത്തിന് മരിക്കുകയാണ്. കഴിഞ്ഞ ഇത്രയും വർഷങ്ങൾ ഞാൻ എനിക്ക് വേണ്ടി ജീവിച്ചു. എന്റെ ഇഷ്ടം, എന്റെ ആഗ്രഹം, എന്റെ താല്പര്യം, എന്റെ ആശയം, എന്റെ തീരുമാനം, അങ്ങനെ ജീവിച്ച വ്യക്തിയല്ല. പക്ഷെ വ്യക്തിയിൽ മാത്രമേ നിങ്ങളുടെ വിവാഹ ജീവിതം ഉറക്കപ്പെടുകയും വിവാഹ ജീവിതം ഏറ്റവും മനോഹരമാകുകയും. കഴിഞ്ഞ 30 വർഷമാണ് ഞാൻ വിവാഹ ജീവിതത്തിലാണ്. ഈ സത്യം നിങ്ങളുടെ പഠിപ്പിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ വിവാഹ ജീവിതം ഏറ്റവും മനോഹരമാണ്. അനേകർക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞാൽ അവരുടെ ദൈവത്തിന്റെ കരുതലാണ്. അവരുടെ അടുത്ത വാക്ക് ചെറിഷ് എന്ന പദമാണ്. ആ ചെറിഷ് എന്ന പദത്തിൽ ഞാൻ കൊടുക്കുന്ന അർത്ഥം ഒരു 3 മാസം പ്രായമുള്ള ഒരു കുഞ്ഞിന് അമ്മ മാവോട് ചേർത്ത് പിടിച്ച് ലാളിക്കുക. ആവശ്യം പോലെ ഒരു 3 മാസം പ്രായമുള്ള കുഞ്ഞിനെ പരിലാളിക്കുന്നവരെ പരിലാളിക്കുന്നവരെന്നാണ് തിരുവചനം നാം പറഞ്ഞത്. അവസാനമായിട്ട് പത്രോസ് പറഞ്ഞിരിക്കുകയാണ്, ഭാര്യമാരുടെ താമസിക്കാൻ ഭർത്താക്കന്മാർക്ക് വിവേകം വേണം. ആ വാക്കുകൊണ്ട് വായിച്ചു കേൾപ്പിക്കാൻ, അതുകൊണ്ട് വായിച്ച് അവസരിപ്പിക്കാൻ വേണ്ടി കൂടിയാണ് അല്പം ആഗ്രഹമുണ്ട്, അല്പം തീരുമാനമുണ്ടെങ്കിൽ, അല്പം ദൈവങ്ങളുണ്ടെങ്കിൽ ഏത് വിഷയങ്ങളും പരിഹരിക്കുവാൻ ദൈവം നമ്മുടെ കൃപ പകരുന്നു. ഇത്രയും
ചെയ്യുവാൻ ഒരു ഉടമ്പടി ഹൃദയം ആവശ്യമാണ്. ഇങ്ങനെ ഭാര്യ രക്ഷിക്കുവാനും സ്നേഹിക്കുവാനും ശുദ്ധീകരിക്കുവാനും ഓർക്കുവാനും പുലർത്തുവാനും ബഹുമാനിക്കുവാനും അവളെ എന്നും കൂടെ കൊണ്ടു നടക്കുവാനും ഒരു വലിയ ഉടമ്പടിയുടെ ഹൃദയം ഇന്ന് ഈ സമയത്ത് ദൈവാത്മാവ് താങ്കളെ പകരമെന്ന് ആഗ്രഹിക്കും. അല്ലെങ്കിൽ സ്വയം ഒറ്റ കാര്യം മാത്രം പറയാൻ അവർ ഒരിക്കലും സ്വസ്ഥമായി ജീവിക്കാൻ കഴിയും. കാരണം ദൈവം ഒരു സ്ത്രീയെ കുടുംബം ഭരിക്കുവാനോ ഭർത്താവിനെ ഭരിക്കുവാനോ വേണ്ടി ഡിസൈൻ ചെയ്തിട്ടില്ല. പല പുരുഷനാണ് ഒരു വണ്ടി ഒറ്റ കീഴ്പ്പെടുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞത്. അത് സുഖമുള്ള ഇടപെടുന്നതാണ്. വചനത്തിന്റെ വെളിപ്പാട് സ്വീകരിക്കണം. അതിനെ കൽപ്പിച്ചിരിക്കുന്ന കാര്യമായ ഭർത്താക്കന്മാർക്ക് കർത്താവെന്നവന്ന് ക്രിസ്തുവിൽ കീഴ്പ്പെട്ടി അവിടുത്തെ വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന പ്രകാരം അനുഗ്രഹിക്കപ്പെട്ട ഒരു വിവാഹത്തിലേക്ക് പ്രവേശിക്കുന്ന പ്രാർത്ഥിക്കുകയാണ്. ആരെങ്കിലും നിന്ന് തകർന്ന ഹൃദയത്തോടുകൂടി ആയിരിക്കുന്നെങ്കിൽ അവരുടെ ഹൃദയത്തിലേക്ക് ദൈവ സമാധാനം പകരുന്നു, ദൈവിക സന്തോഷം പകർന്ന് പ്രാർത്ഥിക്കുന്നു, ദൈവ കൃപകളെ പകർന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, ഈ വചനത്തിലൂടെ നിന്റെ ജനത്തെ സൗഖ്യമാക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു, ബലപ്പെടുത്താൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ വലിയ ദൈവകൃപ ഒരുമിച്ചേർക്കാനായിട്ട് ഇരുവരുടെയും കുടുംബാംഗങ്ങളും സ്നേഹിതരുമായ നിങ്ങൾ ദൈവത്തിന്റെ സന്നിധിയിൽ വിശുദ്ധ സഭായോഗത്തിന്റെ മുമ്പാകെ ഇവിടെ കൂടി വന്നിരിക്കുകയാണെന്ന് വിവാഹ ഉടമ്പടി ശുശ്രൂഷ അതീവ ഗൗരവമായി അതിപരിശുദ്ധമായി ദൈവത്തിന്റെ സഭ കണക്കാക്കുന്നു. ആകെയാണ് ഇവർ തമ്മിൽ വിവാഹത്തിന്റെ വിശുദ്ധ അവസ്ഥയിൽ പ്രവേശിക്കുന്നതിന് എന്തെങ്കിലും നിയമപരമായ തടസ്സങ്ങളുണ്ടെന്ന് നിങ്ങളിൽ ആരെങ്കിലും അറിയുന്നുവെങ്കിൽ അതിപ്പോൾ രേഖാമൂലം എന്നെ അറിയിക്കേണ്ടതാകുന്നു. മാനിച്ച് ജീവിതത്തിൽ ഉണ്ടാകുന്ന സകല ഉയർച്ച താഴ്ചകളിലും രക്ഷിക്കുകയും മറ്റെല്ലാവരെയും വിട്ടുകയും നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോഴൊക്കെ ഇവരോട് മാത്രം ചോദിക്കുകയും ചെയ്യുമ്പോൾ വിവാഹത്തിന്റെ വിശുദ്ധാവസ്ഥയിൽ ദൈവത്തിന്റെ വചനപ്രകാരം ഒരുമിച്ച് ജീവിപ്പാൻ ഈ പുരുഷനെ നിന്റെ ഭർത്താവായി കൈക്കൊള്ളുന്നു. ഇദ്ദേഹത്തെ സ്നേഹിച്ച് മാനിച്ച് ജീവിതത്തിൽ ഉണ്ടാകുന്ന സകല ഉയർച്ച താഴ്ചകളിലും മറ്റെല്ലാവരെയും വിട്ടുവില്ല. നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോഴൊക്കെ ഇദ്ദേഹത്തോട് മാത്രം ചേർന്നിരിക്കുകയും ചെയ്യുമ്പോൾ ഇവ രണ്ടുപേരും വിശുദ്ധ വിവാഹത്തിന് ദൈവസന്നിധി സഭയുടെ മുമ്പാകെ പരസ്പരം സമ്മതം അറിയിച്ചിരിക്കുന്നതുകൊണ്ട് ദൈവ സാന്നിധ്യത്തെ ഈ സഭയിൽ സാക്ഷിയെത്തിക്കൊണ്ട് വിവാഹ മോളെ വന്ധുവരം എടുത്ത് മോന്റെ വന്ധുവരം കൊടുത്താൽ പ്രാർത്ഥിച്ചു. പ്രാർത്ഥിക്കും. അനുഗ്രഹിക്കാൻ ഏറ്റവും വലിയ വ്യക്തി പിതാവാണ്.
താങ്ക് യു. കർത്താവിന്റെ ശരീര ഗ്ലോറി വെളിപ്പെട്ട് അവൻ അനുഗ്രഹിക്കട്ടെ, അവനെ ബലപ്പെടുത്തട്ടെ, അവനെ ഉടമ്പടി നിത്യ ഉടമ്പടിയാക്കിയിട്ട് അവനകത്തേക്ക് വലിയ അഭിമാനങ്ങളുടെ സാന്നിധ്യം നൽകട്ടെ. ആകുന്ന പദവിയെ ദൈവത്തിന്റെ വചനപ്രകാരം എന്റെ വാത്സല്യ ഭാര്യയായി സ്വീകരിച്ചുകൊള്ളുന്നു. ക്രിസ്തു തന്റെ ശരീരമായ സഭയെ രക്ഷിച്ച് സ്നേഹിക്കുന്നത് പോലെ സ്നേഹിക്കുമെന്നും ക്രിസ്തു തന്റെ സഭയെ ശുദ്ധീകരിക്കുന്നത് പോലെ പോറ്റി പുലർത്തുന്നത് പോലെ ഞാനിപ്പോൾ വാഗ്ദത്തം ചെയ്യുന്നു. എന്റെ ശരീരം കൊണ്ട് ഞാൻ നിങ്ങളെ മാനിക്കുന്നു. എന്റെ ഇഹലോക സമ്പത്തുകളെല്ലാം ഞാൻ നിങ്ങൾക്ക് അവകാശമാക്കുന്നു. യഹോവയായ ദൈവം നമ്മുടെ ഉടമ്പടിയുടെ മധ്യേ ഇന്ന് സാക്ഷിയായിരിക്കുന്നതിനാൽ ഞാൻ അവിശ്വസ്തത കാണിക്കുകയില്ലെന്നും യാതൊരു കാരണവശാലും ഉപേക്ഷിക്കുകയില്ലെന്നും ഇപ്പോൾ വാഗ്ദത്തം ചെയ്യുന്നു. ഇന്നു മുതൽ ഇനിമേൽ നന്മയും തിന്മയും ജീവിതത്തിൽ ഉണ്ടാകുന്ന സകല ദൈവത്തിന്റെ വചനപ്രകാരം സ്നേഹിപ്പാൻ രക്ഷിപ്പാൻ എന്റെ ഭാര്യയായി സ്വീകരിച്ചുകൊള്ളുന്നു. എന്റെ ഈ ഉപയാസമതത്തെ ത്രിയേക ദൈവം ഈ സഭായോഗവും സാക്ഷികളാകുന്നു. ആമേൻ ആമേൻ ആമേൻ. ദൈവത്തിന്റെ വിശുദ്ധ വചനപ്രകാരം എന്റെ ഭർത്താവായി സ്വീകരിച്ചുകൊള്ളുന്നു. ദൈവം അങ്ങയുടെ മേൽ വെച്ചിരിക്കുന്നു ആത്മീയ അധികാരത്തെ അംഗീകരിച്ചു എന്റെ ജീവിതത്തിന്റെ അധികാരിയാണ് ഇപ്പോൾ സ്വീകരിക്കുന്നു. സഭ ക്രിസ്തുവിന് കീഴടങ്ങിയിരിക്കുന്നത് പോലെ ഞാൻ അങ്ങേക്ക് സകലത്തിലും ക്രിസ്തുവിൽ കീഴ്പ്പെട്ടിരിക്കുന്നത് വിശ്വസ്തനായിരിക്കുന്നത്
സ്നേഹിക്കുമെന്ന് വാഗ്ദത്തം ചെയ്യും. എൻ്റെ ശരീരം കൊണ്ട് ഞാൻ അങ്ങയെ മാനിക്കുന്നു. എൻ്റെ ഇഹലോക സമ്പത്തുകളെല്ലാം ഞാൻ അങ്ങേക്ക് അവകാശമാക്കുന്നു. യഹോവയായ ദൈവം നമ്മുടെ ഉടമ്പടിയുടെ മധ്യം ഇന്ന് സാക്ഷിയായിരിക്കുന്നതിനാൽ ഞാൻ അവിശ്വസ്തത കാണിക്കുകയില്ലെന്ന് യാതൊരു കാരണവശാലും ഉപേക്ഷിക്കുകയില്ലെന്ന് വാഗ്ദത്തം ചെയ്യുന്നു. ഇതുകൊണ്ട് ഇന്നലെ നന്മയും തിന്മയും ജീവിതത്തിൽ ഉണ്ടാകുന്ന സകല ഉയർച്ച താഴ്ചകളും എന്റെ ഈ ഉദയസമ്മതത്തിൽ ത്രിയേക ദൈവവും ഈ സഭായോഗവും സാക്ഷികളാകുന്നു. ആമേൻ, ആമേൻ, ആമേൻ. എറണാകുളം സഭാംഗവുമായ ശ്രീമതി ശ്രേയാസ് ഇവർ പരസ്പരം ഹസ്തദാനം ചെയ്ത് ഉഭയസമ്മതത്താൽ വിവാഹത്തിന്റെ വിശുദ്ധ ഉടമ്പടി പ്രകാരം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഭാര്യയും ഭർത്താവുമായി തീർന്നിരിക്കുന്നുവെന്ന് ഇപ്പോൾ സഭാമധ്യേ ഞാൻ പ്രസിദ്ധപ്പെടുത്തുന്നു. ദൈവം യോജിപ്പിച്ചതിന് മനുഷ്യൻ ഒരു നാളും വേർതിരിക്കരുത്. സഭയാമൻ പറഞ്ഞാട്ടെ. ദൈവം യോജിപ്പിച്ചതിന് മനുഷ്യൻ ഒരു നാളും വേർതിരിക്കരുത്. ആമേൻ. ദൈവം യോജിപ്പിച്ചതിന് മനുഷ്യൻ ഒരു നാളും വേർതിരിക്കരുത്. ഇപ്പോൾ സഭ ഒരുമിച്ച് ഇവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി പോവുകയാണ്. ദൈവത്തിന്റെ അഭിഷ്ടത കൂടെയുള്ള എല്ലാവരും ചേർന്ന് നിങ്ങളുടെ കരങ്ങൾ നിങ്ങളുടെ മേൽ നിറയുകയാണ്. ദൈവത്തിന്റെ കരുണ നിങ്ങളുടെ മേൽ നിറയുകയാണ്. ദൈവത്തിന്റെ സ്നേഹം നിങ്ങളുടെ മേൽ ഇറങ്ങുകയാണ്. ദൈവികമായ പരിജ്ഞാനം നിങ്ങളുടെ മേൽ ഇറങ്ങുകയാണ്. ദൈവികമായ വിവേകം നിങ്ങളുടെ മേൽ ഇറങ്ങുകയാണ്. വിവാഹത്തിന്റെ വിശുദ്ധ ഉടമ്പടിയുടെ കവനൻ മാരേജിന്റെ യഥാർത്ഥ അനുഭവത്തിലേക്ക് ഇപ്പോൾ പരിശുദ്ധാത്മാവാം ദൈവം നിങ്ങളുടെ ഹൃദയങ്ങളെ ഉയർത്തുകയാണ്. നിങ്ങളുടെ ജീവിതങ്ങളെ ബലപ്പെടുത്തുകയാണ്. നിങ്ങളുടെ ജീവിതങ്ങളെ സൗഖ്യമാക്കുകയാണ്. യേശുവിന്റെ നാമം ചൊല്ലി ഞങ്ങൾ അഭിഷിക്തന്മാർ നിങ്ങളെ അനുഗ്രഹിക്കും. നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. നിങ്ങൾ ഉയർച്ച പ്രാപിക്കട്ടെ. നിങ്ങൾ വർദ്ധനവ് പ്രാപിക്കട്ടെ. നിങ്ങൾ ബലം പ്രാപിക്കട്ടെ. യേശു കർത്താവിന്റെ നാമം ചൊല്ലി ഞങ്ങൾ നിങ്ങളെ അനുഗ്രഹിക്കുന്നു. നിങ്ങൾ ചെയ്യുന്നതൊക്കെ യേശുവിന്റെ നാമത്തിൽ സത്യമായി തീരട്ടെ. സാധ്യമായി തീരട്ടെ. സ്വർഗത്തിന്റെ കിഴിവാതിൽ തുറന്ന് സ്ഥലം പോരാതെ വരുവോളം സകല സ്വർഗീയ അനുഗ്രഹങ്ങളാൽ ഞങ്ങൾ നിങ്ങളുടെ വിവാഹ ജീവിതത്തെ അനുഗ്രഹിക്കുന്നു. യഹോവ ഭക്തനായ പുരുഷൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവനാകും. അവന്റെ ഭാര്യ അവന്റെ വീടിന് നടുവിൽ ഫലപ്രദമായ മുന്തിരി വള്ളി പോലെ, അവന്റെ മക്കൾ അവന്റെ മേശയ്ക്ക് ചുറ്റും ഒഴുകു ഭയം പോലെ ഇരിക്കും എന്ന് വെച്ചിരിക്കുന്നു. ഞങ്ങളുടെ വിവാഹത്തിലുള്ള സകല അനുഗ്രഹങ്ങളിൽ നിങ്ങളുടെ മേൽ പകർന്നു. നന്മയുണ്ടാകട്ടെ, സമൃദ്ധി ഉണ്ടാകട്ടെ, സമ്പത്ത് ഉണ്ടാകട്ടെ, അനുഗ്രഹിക്കപ്പെട്ട തലമുറകൾ ഉണ്ടാകട്ടെ. ഇപ്പോൾ പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഞങ്ങൾ നിങ്ങളെ അനുഗ്രഹിക്കുന്നു. Be blessed. Be blessed and be blessed in Jesus' mighty name. Amen. 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 Thank you. Come on, please.
പ്രാർത്ഥിച്ച് നമുക്ക് നോക്കാൻ പോവുകയാണ്. മനീഷ് ശ്രേയയുടെ ഭാഗത്ത് നിന്നുള്ള സാക്ഷികൾ പോകുന്നത്. നിങ്ങളെന്നും ഉണ്ടായിരിക്കുന്നതുമായിരിക്കും. ഞങ്ങളുടെ സഭയുടെയും ഐസിൻ്റെ ഗ്ലോബൽ മിനിസ്ട്രിയുടെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു സഹശുശ്രൂഷകൻ എന്ന രീതിയിലാണ് അനീഷ് ബ്രദർ ഞങ്ങൾക്ക്. അപ്പോൾ തന്നെ ദൈവത്തിൻ്റെ വചൻ എഫെസ്യർ ലേഖനം 4:2-3 അറിയിക്കുന്നു. അവസാന ഭാഗത്തേക്ക് കിടക്കുകയാണ്. പ്രിയമകൾ ശ്രേയപൂർവ്വ ദിവസത്തെയും വിവാഹം മംഗളകരമായി നടത്തുവാൻ സാധിച്ചതിൽ ദൈവത്തിന് സർവ്വമഹത്വവും സ്തോത്രവും അർപ്പിക്കുന്നു. ഈ വിവാഹ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകി അനുഗ്രഹിച്ച പാസ്റ്റർ സന്തോഷ് ഡേവിഡ്, ഇൻകം ആൻഡ് ഗ്ലോറി മിനിസ്ട്രീസ് നാരായണപുര, സഹശുശ്രൂഷന്മാരായ പാസ്റ്റർ പ്രതാപൻ, പാസ്റ്റർ സാം, CCGM കാക്കനാട് സഭ എന്നിവരോടുള്ള ഹൃദയം നിറഞ്ഞ നന്ദി ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഇത് ആമേ നല്ല ആരാധന, ആമേ അവർ നമുക്ക് ആമേ കർത്താവെ ആരാധിക്കാൻ ഒക്കെ അവസരം ഒരുക്കിത്തന്ന കർത്താവിയ പ്രവർത്തികളായി ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവെ കടവന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ അനുഗ്രഹിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേ കർത്താവിൻ്റെ ചാർച്ചക്കാർ, ആമേ സ്നേഹിതർ എല്ലാവരും കർത്താവ് തക്ക സമയത്ത് ഇവിടെ എത്തിച്ചേരുവാനൊക്കെ ദൈവം അവരെ സഹായിച്ചതിനാൽ ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവിന് കാലാവസ്ഥകളെല്ലാം അനുകൂലമാക്കി മാറ്റി ഇത്രത്തോളം ഭംഗിയായി വിവാഹ ശുശ്രൂഷ നടത്തുവാൻ ദൈവം ഞങ്ങൾക്ക് കൃപ ചെയ്തതിനാൽ ഞങ്ങൾ നന്ദിയോടെ ഞങ്ങൾ അതിൻ്റെ സ്തോത്രം ചെയ്യുന്നത്. കർത്താവിനോടുള്ള ഭക്ഷണ ക്രമീകരണങ്ങളെല്ലാം ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അതിനെ ദൈവം അനുഗ്രഹിക്കുന്നതിനാൽ സ്തോത്രം. കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങൾ ഒരുമിച്ച് കർത്താവെ പിതാവിൻ്റെ പുത്രൻ്റെ ശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ മനുഷ്യരുടെ സ്നേഹം ഞങ്ങൾ അനുഗ്രഹിച്ച് ആവെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവർ കുടുംബജീവിതം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുവാൻ ദൈവം സഹായിക്കും. എല്ലാവരെയും ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. മഹത്വമെല്ലാം അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ പിതാവേ ആമേൻ.
അങ്കിൾ എന്ത് ചെയ്യുന്നു? ഞാൻ കെ ജി കോളേജില്ലേ, കെ ജി കോളേജിൽ പോകുന്ന വഴിക്ക് അവിടെ കയറുന്ന ഇടത്തോട്ട് വഴിയുണ്ട്, ഒരു ചെറിയ കെ ജി കോളേജ് കയറുന്നു.